അതായത് ഗൈസ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ആയിട്ട് ആദ്യം നമ്മൾ നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോവാണ്. അത്ര നേരത്തെ അല്ല, 7:30 അപ്പോൾ ഇനി എവിടെയാണെന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് ബാക്കി കാണിക്കാം. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനും കാര്യമായിട്ട് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 900 മീറ്റേഴ്സും കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ട് രാവിലെ ഫ്രണ്ട്സ് തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുമായിരുന്നു. റൂമിൽ പോയിട്ട് റെഡി ആയിട്ട് പിന്നെ അന്നത്തെ വിസിറ്റും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങണമായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് പ്ലാൻ. ഹലോ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞിപ്പോൾ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. സെക്കൻഡ് ഡേ നമ്മളിപ്പോൾ സ്നേക്ക് പാർക്കിലോട്ടാണ് വന്നേക്കുന്നത്. നമുക്കപ്പോൾ ചുറ്റി കണ്ടിട്ട് വരാം. ഓക്കെ, പറശ്ശിനിക്കടവുള്ള MVR സ്നേക്ക് പാർക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു. ടോക്സിക്കോളജിയുടെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായത്. ആദ്യം ഒരു ചെറിയ അക്വാറിയം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മുടെ റെപ്റ്റൈൽ സോണിലോട്ടായിരുന്നു. മെയിൻ പാർട്ട് ഓഫ് ദി ഇവൻ്റ് ഇതായിരുന്നു കേട്ടോ. സംഭവം സ്നേക്ക് പാർക്കിൽ പോയിട്ട് അവിടുത്തെ സ്നേക്സിനെ പറ്റിയും വെനമസ് സ്നേക്ക്, നോൺ വെനമസ് സ്നേക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. അത് ആൾക്കാരെ വിഴുങ്ങിയിട്ടുള്ള കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയല്ല, നമ്മുടെ നാട്ടിലെ കുഞ്ഞിനൊക്കെ ചിലപ്പം സാധ്യതയുണ്ടോ? കാരണം ഒരു ആട്ടിൻകുട്ടിയുടെ ശരിക്കും അത് വേറൊരു വിസിറ്റ് മാത്രമായിരുന്നല്ലേ കേട്ടോ. അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല സെഷനായിരുന്നു. അപ്പോൾ ഇത് സ്കിന്ന് ഷെഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇവർക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു സബ്സ്ട്രേറ്റിന്റെ മുകളിൽ കൂടിയാണ് ഇവർ എന്ത് ചെയ്യുക, മേജർലി പടം പൊഴിക്കാനായിട്ട് ശ്രമിക്കുക. ബിഗ് 4 എന്ന് പറയുന്നൊരു കാറ്റഗറീനെ പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് കിട്ടിട്ടോ. സ്നേക്ക് പാർക്ക് കണ്ടിറങ്ങിയപ്പോൾ എന്നെ കാത്തൊരു സർപ്രൈസ് പുറത്തുണ്ടായിരുന്നു. ദേ കൃഷ്ണ, അതെ, ഞങ്ങളുടെ നാട്ടിൽ ജിൻസി എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഞാൻ ടൂർ കാണാൻ വന്നേ. അതാ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ സെക്കൻഡ് ഹോം. ഞാൻ ഒരു കാലഘട്ടം മൊത്തം താമസിച്ചിരുന്ന സ്ഥലമാണിത്. നീ പോകുന്നതിന് മുന്നേ എനിക്ക് വരാൻ പറ്റി. ഐ മെയ്ഡ് ഇറ്റ്. ഇത് കാണുന്നല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് MVR ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ അവരുടെ ഫാർമസിയിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാർമസി വിസിറ്റും പിന്നെ മരുന്നുണ്ടാക്കുന്ന കാര്യങ്ങൾ കാണാനൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളവിടെ പോയിണ്ടായത്. റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലവും പിന്നെ ഓരോ പ്രോസസ്സിങ് ചെയ്യുന്നത് പരിഷ്ടങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് പ്രത്യേക റൂമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു കേട്ടോ. ഓരോ മെഷീൻസും പിന്നെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അരിഷ്ടങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു കേട്ടോ കുറച്ച് ചേച്ചിമാർ അവിടെ ചവനപ്രാശം ഫില്ല് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നത്. പാക്കിങ്ങും സീലിങ്ങും ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. മാനുവലായിട്ട് ചെയ്യുന്നതാണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടായിരുന്നു അവർ എല്ലാ മെഷേഴ്സും ഫോളോ ചെയ്തിട്ടായിരുന്നു കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടുത്തെ പിന്നെ ഓരോ കാഴ്ചയും ഭയങ്കര കൗതുകത്തോടെ കേട്ടോ ഞാൻ നോക്കി കാണിക്കുന്നത്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു പാപ്പിനിശ്ശേരി വിഷചികിത്സാ കേന്ദ്രത്തിലായിരുന്നു കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റാത്തത് കാരണം ഇവനും കൂടി മേടിക്കേണ്ട വന്നു. ഇവനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ആ ചൂടത്ത്. അങ്ങനെ അവിടുത്തെ വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ വഴി വയനാടേക്ക് വിടുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടെ മരം വീണ് വേറെയും സീനായി. നമ്മളിപ്പോൾ മാനന്തവാടി എത്തി ഫുഡ് കഴിക്കാൻ പോകാനാണ്. എല്ലാവരും ഓൾറെഡി അവിടെ ഇരുന്ന് കഴിഞ്ഞു. വയനാട് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത ഫുഡായിരുന്നു കേട്ടോ. വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. മാത്രമല്ല അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കാര്യമായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി വന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, അതെ, ഞങ്ങൾ തുടരും മൂവിയൊക്കെ. അതെ അതെ, നമ്മൾ മാനന്തവാടി എത്തിയപ്പോഴത്തേക്ക് ഇവിടെ മഴയൊക്കെ തുടങ്ങി. ശരിക്കും കോളേജിൽ പഠിക്കുമ്പോൾ 11:45 ഒരു ഷോയ്ക്ക് ഫ്രണ്ട്സായിട്ട് പോകാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ തുടരുമായിരുന്നു ഞങ്ങൾ കാണാൻ പോയത്. സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബാക്കി വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇവിടെ നിർത്തുവാണേ.